Welcome back to myclass.com. So this is our next video on how objects are passing as parameters and how objects are using as a return type of a method. നമ്മൾ എങ്ങനെ ഒരു ഒബ്ജക്റ്റ് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാം, അതുപോലെ എങ്ങനെ ആ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് റിട്ടേൺ ചെയ്തെടുക്കാം നമ്മളൊരു മെത്തേഡ് കോൾ ചെയ്യുന്ന സമയത്ത്. എങ്ങനെ ആ ഒരു മെത്തേഡിനെ എൻ്റെ റിട്ടേൺ ടൈപ്പ് ഒബ്ജക്റ്റായി തന്നെ കൊടുക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഒബ്ജക്ട്സ് മേ ബി പാസ് ടു മെത്തേഡ്സ്. നമുക്ക് ഒബ്ജക്റ്റിനെ മെത്തേഡ്സിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ക്ലാസ് ടെസ്റ്റ്, ഒരു ക്ലാസ് എടുത്തു. ഇൻറ്റ് എ ബി രണ്ട് ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. നമ്മൾ ഒരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തു. എന്താണത്? ഇൻറ്റ് ഐയും ഇൻറ്റ് ജെയും പാസ് ചെയ്ത് രണ്ട് വാല്യൂ ആയിട്ട് വരുന്ന ഒരു കൺസ്ട്രക്ടർ. എന്നിട്ട് എൻ്റെ വാല്യൂം ബിയുടെ വാല്യൂം ഇവിടെ സെറ്റാക്കും. ആ വരുന്ന ഐയും ജെയുടെ വാല്യൂ ആയിട്ട് അങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഇനി ഇവിടെ ഒരു ഈക്വൽസ് എന്ന് പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. ഈക്വൽസ് ആണ് നമ്മുടെ മെത്തേഡിൻ്റെ പേര്. അത് റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? ബൂളിയൻ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടെസ്റ്റ് ദാറ്റ് മീൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസിൻ്റെ നെയിം ഒബ്ജക്റ്റ് ആണ്. ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണ് പാരാമീറ്റർ ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ ഇൻറ്റ് എ കൊടുക്കും. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ ഏത് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണോ ആ ക്ലാസ് നെയിം അങ്ങ് കൊടുക്കണം. ടെസ്റ്റ് എനി വേരിയബിൾ, ഒരു OB എന്ത് വേണമെങ്കിലും ഇടാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണോ എഴുതേണ്ടത് അത് എഴുതാം. ഇവിടെ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ഈഫ് O.A. ഇപ്പോൾ O എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഫുള്ളായിട്ട് ഇങ്ങ് വരിക ചെയ്യുക. ആ ഒബ്ജക്റ്റിനുള്ളിൽ എന്തൊക്കെയുണ്ട്? എയും ബിയും ആണുള്ളത്. എ ഉണ്ട്, ബി ഉണ്ട്. അപ്പോൾ ആ എയുടെയും ബിയുടെയും വാല്യൂ നോക്കുകയാണ്. ആൻഡ് ചെയ്തിട്ട് ട്രൂ ആണ്, എൽസ് റിട്ടേൺ ഫാൾസ്. അത് എന്ത് ചെയ്യാണ്? രണ്ടും കൂടെ ആൻഡ് ചെയ്യുമ്പം അത് ഇഫ് കറക്റ്റ് ആണെങ്കിൽ O.Aയും എയും ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ, O.B ഈക്വൽ ടു ബി രണ്ടും ആണെങ്കിൽ റിട്ടേൺ ട്രൂ അല്ലെങ്കിൽ റിട്ടേൺ ഫാൾസ് ചെയ്യും. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനി മെയിൻ മെത്തേഡിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പോൾ അവിടെ നമ്മൾ ടെസ്റ്റ് OB1 ഫസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണേ. അപ്പോൾ OB1 ഇത് നോക്കാം നമുക്ക്. OB1 ദിസ് ഇസ് OB1. അപ്പോൾ അത് നമ്മൾ 122 പാസ് ചെയ്യണം. അപ്പോൾ 122 പാസ് ചെയ്യുമ്പോൾ ഇവിടെ എയുടെ വാല്യൂ 100 ആയി, ബിയുടെ വാല്യൂ 22 ആയി. ഓക്കെ, ഇനി നമ്മൾ ടെസ്റ്റ് OB2 എന്ന് പറഞ്ഞിരിക്കുന്ന പുതിയൊരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, OB2 എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ്. അവിടെയും എയുടെ വാല്യൂ എന്താണ്? 100, ബിയുടെ വാല്യൂ 22. ഇനി നമ്മൾ OB3 ക്രിയേറ്റ് ചെയ്യാണ്. OB3 ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ -1 കൊടുത്തു. ഇനി നമ്മൾ കോൾ ചെയ്യാൻ പോവാണ് നമ്മുടെ ഒബ്ജക്റ്റ് പാരാമീറ്റർ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിന്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് OB1 ഡോട്ട് ഈക്വൽ ടു OB2 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ OB1 ഡോട്ട് ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് OB2 പാസ് ചെയ്യാം. അപ്പോൾ OB1 ഈ ഒബ്ജക്റ്റ് ആണ് ഈ ഈക്വൽസിനെ വിളിക്കുന്നത്. ഈ ഒബ്ജക്റ്റ് ആണ് വിളിക്കുന്നത്. ഈ OB1 ആണ് വിളിക്കുന്നത്. ആരെ? OB2നെ പാസ് ചെയ്തിട്ട് വിളിക്കുന്നത്. അപ്പോൾ OB2നെ ഇവിടെ പാസ് ചെയ്യുമ്പം ഈ ആളെ ഇതിങ്ങനെ പാസ് ചെയ്തിട്ട് ആ ആള് ഇവിടെ എത്തും. അപ്പോൾ OB2ന് ഇപ്പം O എന്നുള്ള പേരിലാണ് ഈ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കുന്നത്, നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? OB1നെയാണ്. അപ്പോൾ OB1നെയാണ് വിളിച്ചത്. ആ OB1നാണ് നമ്മൾ വിളിച്ചത് അഥവാ. അപ്പോൾ ഇനി OB1ന്റെ A 100ഉം OB1ന്റെ B 22 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ അപ്പം എന്താണ്? ഇവിടെ ഇപ്പം നമ്മൾ വിളിച്ച ആളാണ് ഇവിടുത്തെ എയും ബിയും, ഒന്നും ഡോട്ട് ഓപ്പറേഷൻ ഇല്ലാത്ത A ബിയും. അപ്പം ഈ A എത്രയാണ്? 100 ആണ്. അഥവാ നമ്മൾ വിളിച്ച OB1ന്റെ A 100 ആണ്, OB1ന്റെ B 22 ആണ്. ഇനി നമ്മൾ OB2നെ ഇങ്ങോട്ട് പാസ് ചെയ്ത് വന്നു. അതാണ് ഇവിടെ O ആയിട്ട് ഇപ്പം അറിയപ്പെടുന്നത്. അപ്പോൾ ഈ O എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ O.A എന്താണ് ഇവിടെ ഇപ്പം? 100 ആണ്. O.A 100 ആണ്. O.B 22 ആണ്. അപ്പം നമ്മളിനി ചെക്ക് ചെയ്യാൻ പോവാണ്. O.A എന്താണ്? അപ്പം 100 ഈക്വൽ ടു 100 ആണോ എന്നാണ് നോക്കുന്നത്. 100 ഈക്വൽ ടു 100 ആണോ ആൻഡ് രണ്ടും ശരിയാണോ നോക്കണം. അപ്പം ഇനി ഇവിടെ O.B എത്രയാണ്? 22 ഈക്വൽ ടു 22 ആണോ? ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യാൻ പറയും.
അങ്ങനെയാണെങ്കിൽ OB1 ഈക്വൽ ടു OB2 ആണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ ആണല്ലേ, 100 ഈക്വൽ ടു 100 ആണ്, 22 ഈക്വൽ ടു 22 ആണ്. അപ്പോൾ നമ്മളിവിടെ ട്രൂ റിട്ടേൺ ചെയ്യും, അതിവിടെ ടൈപ്പ് ചെയ്യും. ഇനി നമ്മൾ OB1 ഈക്വൽ ടു OB3 നോക്കുകയാണ്. അപ്പോൾ നമ്മൾ OB1നെയാണ് OB1 ആണ് ഈക്വൽസിനെ വിളിക്കുന്നത്. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? OB1ൻ്റെ എ എന്താണ്? 100 ആണ്. OB1ൻ്റെ ബി 22 ആണ്. ഓക്കെ, അപ്പോൾ പക്ഷേ നമ്മുടെ ഇനി ഇങ്ങോട്ട് നമുക്ക് വരുന്നത് ആരാണ്? O ആയിട്ട് വരുന്നത് ആരാണ്? OB3 ആണ്. OB3. അപ്പം നമ്മൾ ഇപ്പോൾ OB2 അല്ല, O ആരാണ്? OB3 ആണ്. അപ്പോൾ OB3യുടെ എയും ബിയും വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ OB3യുടെ എയും ബിയും ഏതാന്ന് നോക്കുക. അതാണ് ഇപ്പോൾ O ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ O ഡോട്ട് എ എന്താണ്? -1 ആണ്. O ഡോട്ട് ബി എന്താണ്? -1 ആണ്. അപ്പം -1 ഈക്വൽ ടു 100 ആണ്, -1 ഈക്വൽ ടു 22 ആണ്. നോക്കുക, രണ്ടും ഫാൾസ് ആണ്. അപ്പോൾ നമ്മൾ ഫോൾസ് റിട്ടേൺ ചെയ്യും, അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നത്, നമ്മൾ വിളിക്കുന്നത് ആരാണോ അവരുടെ വേരിയബിൾസ് ഡോട്ട് ഓപ്പറേഷൻ ഇല്ലാതെ വാല്യൂ ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നത് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആ പേരിൽ ഡോട്ട് ഓപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഒബ്ജക്റ്റ് ആസ് പാരാമീറ്റേഴ്സ്. ഇനി നമുക്ക് ഇതേപോലെ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യുകയും ചെയ്യാം. ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ക്ലാസ് ടെസ്റ്റ് ഇൻറ്റ് എ ടെസ്റ്റ് ഇൻറ്റ് ഐ ഒരൊറ്റ വാല്യൂ ഉള്ളൂ, അത് പാസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. ഇൻക്രിമെൻറ്റ് ബൈ 10 ആണ് നമ്മൾ എന്തിൻ്റെ പേര്? ഒരു മെത്തേഡിൻ്റെ പേര്. അത് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റാണ്. അപ്പം നമ്മൾ ആ ക്ലാസ് നെയിമാണ് ഇവിടെ റിട്ടേൺ ടൈപ്പായിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ടൊരു ഒബ്ജക്റ്റിനെ നമ്മൾ ന്യൂ വെച്ചിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്യപ്പെടുകയാണ്. ആ ഒബ്ജക്റ്റിനെ വീണ്ടും ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. മെയിൻ മെത്തേഡിലേക്ക് പോകുന്നു. OB1 ഈക്വൽ ടു ന്യൂ ടെസ്റ്റ് 2. OB1 ഈക്വൽ ടു ന്യൂ ടെസ്റ്റ് 2. അപ്പോൾ നമ്മൾ OB1 ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, OB1. ഓക്കെ, ന്യൂ ടെസ്റ്റ് 2 എന്ന് പറയുമ്പോൾ 2 ഇങ്ങോട്ട് പാസ് ചെയ്യും. അപ്പോൾ OB1ൻ്റെ എയുടെ വാല്യൂ എന്താണ്? A ഈക്വൽ ടു 2 ആണ്. ഓക്കെ, ഈക്വൽ 2 ആണ്. ഇനി നമ്മൾ ജസ്റ്റ് ടെസ്റ്റ് OB2 എന്ന് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാണ്. നമ്മളതിൻ്റെ ന്യൂ ഓപ്പറേറ്റർ കൊടുക്കുന്നില്ല, വെറുതെ ഒരു OB2 നമ്മളിവിടെ നള്ളാക്കി വെക്കുകയാണ്. ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ OB2 എന്ന് പറയുമ്പോൾ ന്യൂ വരുമ്പോഴാണ് അതിലേക്ക് വാല്യൂ വരുള്ളൂ. നൾ റെഫറൻസിൽ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ OB2 ഈക്വൽ ടു, അതെന്തിനാ വെച്ചാൽ നമ്മളിവിടെ റിട്ടേൺ ആയിട്ട് വരുന്നത് ഒരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റിനെ എടുക്കാൻ ഒരാൾ വേണ്ടേ ഇവിടെ. അപ്പോൾ OB2 ഈക്വൽ ടു OB1 ഡോട്ട് ഇൻക്രിമെൻറ്റ് ബൈ 10. അപ്പോൾ നമ്മൾ OB1 ഡോട്ട് ഇൻക്രിമെൻറ്റ് ബൈ 10 എന്ന് പറയുമ്പോൾ ഈ OB1 നമ്മൾ ഇൻക്രിമെൻറ്റ് ബൈ 10 എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു മെത്തേഡിനെ വിളിക്കും. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കണേ? ടെസ്റ്റ് ടെമ്പ്, ഒരു ടെമ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് ന്യൂ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ എന്താ വിളിക്കണേ? ടെസ്റ്റ് A+10. ടെസ്റ്റ് A+10. അപ്പം നമ്മൾ ഇപ്പോൾ ആരാ ഇവിടെ വിളിച്ചിരിക്കണേ? OB1 ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എക്ക് ആരുടെ വാല്യൂ ഉണ്ടാവുക? OB1ൻ്റെ എയുടെ വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ 2 ഉണ്ടായിരിക്കും. അപ്പോൾ 2 + 10 വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈ ടെമ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ആവും. ടെമ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആവും. അതിൻ്റെ എയുടെ വാല്യൂ എന്താ? ഇപ്പം 10 + 2, A+10. അപ്പോൾ 2 + 10 ഇങ്ങോട്ട് വരും. എന്നിട്ട് ഈ ഒരു കൺസ്ട്രക്ടർ വർക്കാവും. ഇവിടെ എന്താവും? 12 എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ എയിലോട്ട് സേവ് ആവും, ടെമ്പിൻ്റെ എയിലോട്ട് സേവ് ആവും. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ റിട്ടേൺ ചെയ്യാണ്. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുമ്പം ഈ ടെമ്പ് എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ റിട്ടേൺ ചെയ്ത് പോകും. ഇവിടെയല്ലേ ആ റിട്ടേൺ ചെയ്യുന്നത്? ആരാണ് ഇവിടെ ക്യാച്ച് ചെയ്യുന്നത്? അവിടെ നിറഞ്ഞ ഈ ഒരു ഒബ്ജക്റ്റിനെ ഇവിടെ OB2 പിടിച്ച് ക്യാച്ച് ചെയ്യും. അപ്പോൾ ഇപ്പോൾ OB2 ഒന്നും നള്ളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, നള്ളായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും? ഈ OB2നെ ഇതിലേക്ക് ടെമ്പിനെ ഈ OB2ലേക്ക് പോയിന്റ് ചെയ്യും. അപ്പോൾ OB2യുടെ വാല്യൂ എന്താവും? 12 ആയി മാറും. ഓക്കെ, അപ്പോൾ OB1 ഡോട്ട് എ നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ OB1 ഡോട്ട് എ എന്താണ്? 2 ആണ്. OB2 ഡോട്ട്, ഇപ്പോൾ OB2ന് വാല്യൂ കിട്ടി. ഇപ്പം നള്ളൊന്നല്ല, വാല്യൂ വന്നു, കാരണം ടെമ്പിനെ ഇങ്ങോട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു.
OB2 ഡോട്ട് എ പറയുമ്പോൾ 12 നമ്മൾ പ്രിന്റ് ചെയ്യും. ആദ്യം 2 പ്രിന്റ് ചെയ്യും, പിന്നെ 12 പ്രിന്റ് ചെയ്യും. ഇനി നമ്മൾ വീണ്ടും വിളിക്കുകയാണ്. OB2 ഈക്വൽ ടു OB2 ഡോട്ട് ഇൻക്രിമെന്റ് ബൈ 10 വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇനി OB2 ആണ് വിളിക്കുന്നത് കേട്ടോ, OB2. അപ്പോൾ OB2ന്റെ എയുടെ വാല്യൂ എന്താണ്? 12 ആണ്. അപ്പം 12 പ്ലസ് 2 വെച്ചിട്ടൊരു 12 പ്ലസ് 10 വെച്ചിട്ട് എന്ത് ചെയ്യും? ഒരു ടെമ്പ് ഇവിടെ ക്രിയേറ്റ് ആവും. അപ്പം നമ്മുടെ ടെമ്പിന്റെ വാല്യൂ എന്താവും? 22 ആവും. എന്നിട്ട് ആ 22 വെച്ചിട്ടുള്ള ഒബ്ജക്റ്റ് ഈ OB2 വീണ്ടും ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ OB2 എന്താവും? വീണ്ടും 22. ഇത് OB2 ആണ് കേട്ടോ. വീണ്ടും 12 22 ആയിട്ട് അപ്ഡേറ്റ് ആവും. അപ്പം OB2 ആഫ്റ്റർ സെക്കൻഡ് ഇൻക്രീസ് നമ്മൾ 22 എന്ന് ടൈപ്പ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ, ഒന്നുകൂടെ ഒന്ന് കേൾക്കാൻ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ വീഡിയോ തന്നെ പറയുന്നില്ല. ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതേ. കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവർലോഡിങ് മെത്തേഡും ഒബ്ജക്റ്റ് പാരാമീറ്ററായിട്ട് പാസ് ചെയ്യുന്നതും ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. If any doubt is there, you can ask through comment. Okay, ഞാൻ റിപ്ലൈ ചെയ്യാം. So next video കാണാം. Thank you.